നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയെ കാണാനില്ല. വെളുത്ത് ഉയരമുള്ളതും നല്ല സൗന്ദര്യമുള്ളതുമായ ഒരു സിനിമാ നടനെയാണ് കാണാതെ വന്നിട്ടുള്ളത്. അത് MP ആണ്, കേന്ദ്ര സഹമന്ത്രിയാണ്, മറ്റാരുമല്ല, സുരേഷ് ഗോപിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ. തൃശൂർ അതിരൂപത നമുക്കൊക്കെ പ്രതീക്ഷാ നിർഭരമായി ഒരു വാക്കുകൾ വന്നിരിക്കുകയാണ്. തൃശൂർ അതിരൂപതയുടെ കീഴിൽ ഈ കന്യാസ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഏതാനും ദിവസങ്ങളായി അതിന്റെ ചർച്ചയിലായിരുന്നു നമ്മൾ എല്ലാവരും. കന്യാസ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ ബജ്രംഗ് ദൾ പ്രവർത്തകർ, ഛത്തീസ്ഗഡിലെ ബജ്രംഗ് ദൾ പ്രവർത്തകർ അവരെ മത പരിവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആക്രമിക്കുകയും അവിടുത്തെ സർക്കാർ അവരെ പിടിച്ച് ജയിലിലിടുകയും ചെയ്തു. ഇതിന്റെ ഫലമായിട്ട് നമ്മൾ കേരളീയർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിനെതിരെ പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ജാതി മതഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രതികരിച്ചതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് അവരെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ഇവിടെ കൊണ്ടുവന്നത്. അതിൽ ജോൺ ബ്രിട്ടാസ് മുതൽ നമ്മുടെ മലയാളികളായിട്ടുള്ള എംപിമാരെല്ലാവരും അതിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചു കേട്ടോ. പിന്നീടാണെങ്കിലും ആദ്യം ഇടതുപക്ഷത്തിന്റെ എംപിമാരായിട്ടുള്ള ജോൺ ബ്രിട്ടാസും A റഹീമും അതുപോലെ തന്നെ സുഭാഷിണി അലി, നമ്മുടെ രാഹുൽ ഗാന്ധിക്കെതിരായി മത്സരിച്ച ആനി രാജ ഉൾപ്പെടെ നേരിട്ട് പോയി അവരുമായി സംസാരിക്കുകയും ഈ ജാമ്യം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുന്നതിന് വേണ്ടി ഏറ്റവും ആദ്യം ഓടിയെത്തുകയും പിന്നീട് മലയാളികളായിട്ടുള്ള എംപിമാരെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ കന്യാസ്ത്രീമാരെ പുറത്തിറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും കേരളീയർ ഒറ്റക്കെട്ടായി നിന്നതിന്റെ ഫലമായിട്ടാണ് അവസാനം ഛത്തീസ്ഗഡ് കോടതി ജാമ്യാപേക്ഷ സ്വീകരിച്ചുകൊണ്ട് അവരെ പുറത്തിറക്കുകയും കേരളത്തിൽ കൊണ്ടുവരികയും ചെയ്തത്. ഇതൊക്കെ ഉണ്ടായിട്ടും കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി MP ഈ കാര്യത്തെക്കുറിച്ച് ഒരക്ഷരം വേണ്ടിയിട്ടില്ല. ഇന്നേ വരെ എത്ര ദിവസങ്ങളായി ഈ കാര്യങ്ങൾ നമ്മൾ കേരളീയർ മലയാളികൾ ഇവിടെ ചർച്ച ചെയ്യുന്നു. പക്ഷെ ഇവിടെ എങ്ങും നമ്മുടെ സുരേഷ് ഗോപിയെ കാണാനില്ല. ലോക്സഭയിൽ നിന്നും സഭ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ മാധ്യമപ്രവർത്തകരെല്ലാം ചോദ്യം ചോദിച്ച് കൂട്ടം കൂടുകയും അവരെയൊക്കെ തള്ളിമാറ്റി അവിടെ നിന്ന് ഓടിക്കളയുകയാണ് ഉണ്ടായത്. പക്ഷെ അതിനുശേഷം കേരളീയ സമൂഹത്തിൽ ഒരു ഉത്തരം പറയുന്നതിന് വേണ്ടി സുരേഷ് ഗോപി എന്ന സഹമന്ത്രി ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളത് നമുക്കൊക്കെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ മലയാളികളുടെ കാര്യം സുരേഷ് ഗോപി അല്ലെങ്കിൽ സഹമന്ത്രിമാരായിട്ടുള്ള ഇവർ പറഞ്ഞില്ലെങ്കിൽ വേറെ ആര് പറയാനാണ്? അത്രയ്ക്ക് നീചമായ ഒരു പ്രവൃത്തിയല്ലേ സുരേഷ് ഗോപിയും ഇവിടുത്തെ സഹമന്ത്രിമാരായിട്ടുള്ള മറ്റ് ജോർജ് കുര്യൻ ഉൾപ്പെടെ ഇവരൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലാവില്ല. മലയാളികൾക്ക് വേണ്ടിയിട്ടല്ലാതെ പിന്നെ ഇവർ ആർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും ഈ അപകടത്തെ കുറിച്ച് ആദ്യം നമ്മൾ പല മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ ഇതിന്റെയൊക്കെ അപകടാവസ്ഥയെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. പക്ഷെ ഇവിടുത്തെ ജനങ്ങൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന പ്രമുഖനായിട്ടുള്ള നടനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഒരു വോട്ട് കൊടുത്ത് എല്ലാവരും ജയിപ്പിച്ചതിന്റെ കഷ്ടതയാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. ഈ കന്യാസ്ത്രീമാരെ കുറിച്ചോ അതിന്റെ ഇടപാടുകളെ അവരെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് പോലും ഒരക്ഷരം ഇതുവരെ സുരേഷ് ഗോപി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ലജ്ജാകരം എന്നേ അതിനെക്കുറിച്ച് പറയാനുള്ളത്. എന്തായാലും ഈ തൃശൂർ അതിരൂപത എടുത്തിട്ടുള്ള ഈ തീരുമാനം മലയാളികൾക്കൊക്കെ അഭിമാനിക്കാനുള്ള ഒരു വകയാണ്. മറ്റു സമുദായക്കാരും ഇതുപോലെ നിലപാടുകൾ എടുക്കുകയാണെങ്കിൽ ഇതുപോലുള്ള വിഷജന്തുക്കളെ നമുക്ക് ഈ കേരളത്തിൽ നിന്നും ഓടിച്ചു വിടാം എന്ന് സുരേഷ് ഗോപി എന്ന വ്യക്തിയോട് ആർക്കും എതിർപ്പില്ല, നടൻ എന്ന നിലയിലും ആർക്കും എതിർപ്പില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത് വളരെ അപകടകരമായ ഒരു രാഷ്ട്രീയമാണ്. അതുകൊണ്ട് ആ രാഷ്ട്രീയത്തെ എതിർത്ത് തോൽപ്പിക്കേണ്ടത് മലയാളികളുടെ ഉത്തരവാദിത്തമാണ്. ഈ നാനാത്വത്തിൽ ഏകത്വത്തിൽ ചിന്തിക്കുന്ന ഏതൊരു മതേതര ചിന്തകനും ഊട്ടിയുറപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഇനിയെങ്കിലും മനസ്സിലാക്കി അത് പെരുമാറിയാൽ നമ്മുടെ കേരളത്തിന് നല്ലത്, മലയാളികൾക്ക് നല്ലത്.